ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 28-ാമത്തെ തിരുവചനം. ജോയേലിലൂടെ കർത്താവ് നൽകിയ ആ പ്രവചനത്തിൻ്റെ ആ വചനം തന്നെ ആത്മാവിനാൽ നിറഞ്ഞ പത്രോസ് അപ്പോസ്തലൻ പെന്തക്കുസ്താ ദിനം സഹിയോൻ മാളികയുടെ മട്ടുപ്പാവിൽ നിന്ന് ഇപ്രകാരം വിളിച്ചു പറയുന്നുണ്ട്: അവസാന നാളുകളിൽ സകല ജനത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഞങ്ങളുടെ പുത്രന്മാരും പുത്രികളും പ്രവചിക്കും. ഞങ്ങളുടെ യുവാക്കന്മാർക്ക് ദർശനമുണ്ടാകും. ഞങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അവസാന നാളുകളിൽ സകല ജനത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഞങ്ങളുടെ പുത്രീപുത്രന്മാർ പ്രവചിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കരമെഴുത്തി പിടിച്ച് നമുക്ക് ഈ വചനമേറ്റ് പറയാം. അവസാന നാളുകളിൽ സകലരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഞങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഞങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. സകല ജനത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദാസന്മാരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരമിട്ട് പിടിച്ച് ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നിന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈ വചനം ഇവിടെ മാംസം ധരിക്കട്ടെ. എല്ലാവരുടെ മേൽ ആത്മാവിനെ പകരണമേ. എൻ്റെ ദാസന്മാരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. എൻ്റെ ദാസന്മാരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. എൻ്റെ ദാസന്മാരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. എൻ്റെ ദാസന്മാരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിക്കണം. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്കെതിരെ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 12 മുതൽ 17 വചനങ്ങൾ. ആകയാൽ സഹോദരരെ, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. ജഡികരായി ജീവിക്കുന്നെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും മരിക്കും. ജഡികരായിട്ട് ജീവിക്കുന്നെങ്കിൽ ഞങ്ങൾ മരിക്കും. ആത്മാവിൽ ഞങ്ങൾ മരിച്ചവരായിട്ട് മാറും ജഡത്തിൽ ജീവിക്കുമ്പോൾ. എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹരിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ശരീരത്തിൻ്റെ പ്രവണതകൾ, അതായത് ആസക്തികൾ, ജഡത്തിൻ്റെ ആസക്തികൾ, ഭക്ഷണത്തിൻ്റെ ആസക്തി, ലോകത്തിൻ്റെ മോഹങ്ങൾ, അപ്പോൾ ജഡത്തിൻ്റെ ആസക്തികളെ ആത്മാവിനാൽ നിഹരിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടുകൂടെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ജഡത്തിൻ്റെ മോഹങ്ങളെ നിഹരിക്കുമെങ്കിൽ, അതായത് ജഡമോഹങ്ങളെ ഇല്ലാതാക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് സാധിക്കും. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജഡമോഹങ്ങളെ ഇല്ലാതാക്കും. ജഡത്തിൻ്റെ മോഹങ്ങളെ കീഴ്പ്പെടുത്തി ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിത അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. ജഡമോഹങ്ങളെ നിഹനിക്കണം. ജഡത്തിൻ്റെ മോഹങ്ങളെ നമ്മൾ കീഴ്പ്പെടുത്തണം. ജഡത്തിൻ്റെ മോഹങ്ങളെ കീഴ്പ്പെടുത്തണമെങ്കിൽ ആത്മാവിനാൽ നമ്മൾ നിറയണം. ആത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഏറ്റെടുക്കണം. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ, എൻ്റെ ശരീരത്തിൻ്റെ, എൻ്റെ ബുദ്ധിയുടെ, പഞ്ചേന്ദ്രിയങ്ങളുടെ നിയന്ത്രണം ദൈവത്തിൻ്റെ ആത്മാവ് ഏറ്റെടുക്കുക. എന്നെ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് ഏറ്റെടുത്ത് എന്നെ നിങ്ങളെ നയിക്കുന്ന ഒരനുഭവം. പലപ്പോഴും നമ്മൾ ആരും അങ്ങനെയല്ല നയിക്കപ്പെടുന്നു. നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ കഴിവിൽ, അല്ലെങ്കിൽ മനസ്സിൻ്റെ തോന്നലുകളിൽ നമ്മൾ നടത്തപ്പെടുന്നവരാണ്. ഒരു 99% മനുഷ്യരും അങ്ങനെ തന്നെയാണ്. മനുഷ്യൻ്റെ മനസ്സിൻ്റെ, ബുദ്ധിയുടെ, ചിന്തയുടെ തോന്നലുകളാൽ നടത്തപ്പെടുകയാണ്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുക, എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുക, ഇത് അത്ര എളുപ്പമല്ല. പ്രാർത്ഥിക്കുന്ന
ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയെ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവിന് ഇങ്ങനെ നയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജഡത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കണം. ഹല്ലേലൂയ. ഇന്നലെ ഉണ്ടായൊരു അനുഭവം നമുക്ക് വയ്ക്കാം. ഇന്നലെ കോട്ടയം SH ഹോസ്പിറ്റലിൽ എനിക്കൊരു ഈയിടെ പ്രഷർ ഇച്ചിരി കൂടെ, അപ്പോൾ എൻ്റെ ചെക്കപ്പ് ഉണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്നു, ഞാൻ ബ്ലഡ് കൊടുത്തു. ബ്ലഡ് കൊടുത്തതിന് ശേഷം 7:30 ആയപ്പോൾ അവിടെ ചെന്ന് ബ്ലഡ് കൊടുത്തു. അതിനുശേഷം അവിടെ ക്യാൻറ്റീനിൽ പോയി ഞാനുണ്ട് മോനുണ്ട് ഒന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് അപ്പം വണ്ടി ഓടിച്ച മോനാണ്. അപ്പോൾ അവൻ്റെ പേഴ്സും വണ്ടിയുടെ താക്കോലും അടുത്ത കസേര വെച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചത് എടുക്കാൻ മറന്നുപോയി. ഞങ്ങൾ തിരിച്ചു വന്ന ബ്ലഡ് റിസൾട്ട് കിട്ടണം. ഡോക്ടർ വന്നു. അപ്പം ഡോക്ടറെ കാണാനായിട്ട് ഇവിടെ ഇപ്പുറത്ത് വന്ന് ഹോസ്പിറ്റലിൽ ഇരിക്കുക. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞു. അന്നേരമാണ് മോൻ ഓർക്കുന്നത് വണ്ടിയുടെ താക്കോലും പേഴ്സും എടുത്തിട്ടില്ല. ഞാൻ വേഗം അന്യം ചെല്ലാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ അന്നേരം ഞാനിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ താക്കോലും പേഴ്സും നഷ്ടപ്പെടരുത് എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ വിളി പറയാം, കിട്ടും. ആത്മാവ് പറയുക, കിട്ടും. ഒറ്റ വാക്ക് എൻ്റെ ഉള്ളിലേക്ക് വരിക. ഞാൻ കണ്ണടച്ചോ, കാരണം ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവേ ഒന്നും നഷ്ടപ്പെടരുത്, പേഴ്സും താക്കോലും വണ്ടിയുടെ താക്കോലും നഷ്ടപ്പെടരുത്. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞു. ക്യാൻറ്റീനിൽ എത്ര പേരും ഒന്ന് ഇറങ്ങിപ്പോന്നാ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയാം, കിട്ടും, കിട്ടും. ഒരു വാക്കാണ്, ഉള്ളിലേക്ക് ശക്തമാണ്, കിട്ടും. ഞാൻ കണ്ണടച്ച് അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സെയിൻറ്റ് ആൻ്റണി പുണ്യനായിട്ട് പ്രാർത്ഥിച്ചു, ഈശോയിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിയുമ്പം മോൻ വന്നു. ആ കസേര തന്നെ താക്കോലും പേഴ്സും ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. അതൊരു കുഞ്ഞു കാര്യമല്ല, വലിയ കാര്യമാണ്. അത്രമാത്രം നമ്മുടെ കാര്യത്തിൽ കർത്താവിന് സത്യമുണ്ട് നമ്മുടെ കാര്യങ്ങളിൽ. ഹല്ലേലൂയ. ആത്മാവ് പറയണ കിട്ടും. ഒരു വാക്കാണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരാം, കിട്ടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും, ആത്മാവ് നമ്മോട് ഇടപെടും, ആത്മാവ് നമ്മളെ നയിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിൻ്റെ, ആത്മാവിൻ്റെ, മനസ്സിൻ്റെ, ബുദ്ധിയുടെ, ചിന്തയുടെ നിയന്ത്രണം ആത്മാവ് ഏറ്റെടുക്കണം. അതാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുക എന്ന് പറയുന്നത്. അതാണ് ഇന്നിപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ പലപ്പോഴും ബുദ്ധിയിലും ചിന്തയിലും ആലോചനയിലും അപ്പം നമ്മുടേതായ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ശരിക്കും ആത്മാവിനാൽ നിറഞ്ഞ് ആത്മാവിനെ നയിക്കപ്പെടുക എന്നുള്ള അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. അതിന് ശരിക്കും നമ്മൾ പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ട് മാറണം. നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, നിരന്തരമായിട്ട് ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാവത്തുള്ളൂ. ഹല്ലേലൂയ. എല്ലാവരും ചെന്ന് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഈ അടുത്ത നാളിൽ നമ്മുടെ കൊല്ലം ബൈബിൾ കൺവെൻഷൻ നടക്കുക. ഞാനിപ്പോൾ 2-3 ആഴ്ച വന്നിട്ട് തുടർച്ച കൺവെൻഷൻ ആയിരുന്നു. കൊല്ലം ബൈബിൾ കൺവെൻഷൻ്റെ 2ാമത്തെ ദിവസം ഞാനിങ്ങനെ വചനപ്രഘോഷണം നടത്തിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ വചനം പങ്കുവയ്ക്കൊണ്ടിരിക്കുമ്പോൾ വലിയൊരു ജനാവലി, ഒരു 10,000 പേരെങ്കിലും ഉണ്ട്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഒരു മെസ്സേജ് നൽകുകയാണ്, ക്രിസ്റ്റഫർ. ഞാൻ അനൗൺസ് ചെയ്തു, ക്രിസ്റ്റഫർ എന്നൊരു വ്യക്തി ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ആ ജനക്കൂട്ടത്തിൽ അങ്ങനെ പേരുള്ള ഒരു വ്യക്തിയില്ല. പക്ഷേ ഒരു സഹോദരി എണീറ്റ് അവരിന്ന് കരയാൻ തുടങ്ങി. ഞാൻ വിളിച്ചു, ഞാൻ എന്താ കാര്യം? അവരുടെ ഭർത്താവിൻ്റെ പേര് ക്രിസ്റ്റഫർ എന്നാണ്. അവർ പറഞ്ഞത്, കഴിഞ്ഞ വർഷം ഞാനും ഭർത്താവും 2 മക്കളും ഞങ്ങൾ ഒന്നിച്ചിവിടെ കൺവെൻഷൻ കൂടിയതാണ്. ഇപ്പം എൻ്റെ ഭർത്താവ് മദ്യപാനുണ്ട്, 3-4 ദിവസമായിട്ട് തുടർച്ച മദ്യപാനം, 2 ബോട്ടുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ഭയങ്കര മദ്യപാനിയാണ്, കൂട്ടുകൂടി. അപ്പം ഭാര്യയോട് പറഞ്ഞിരിക്കുകയാണ്, എന്നെ കൺവെൻഷൻ വിളിച്ചേക്കരുത്, ഞാൻ കൺവെൻഷൻ വരത്തില്ല, നീ പൊക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. കുടിയാന്ന് പറഞ്ഞു, മദ്യം മേടിച്ചു വെച്ചാൽ മദ്യപാനം. അപ്പോൾ എൻ്റെ ഭർത്താവ് മദ്യപിക്കും. അപ്പോൾ ആ സഹോദരി പറയണം, ഞാനിവിടെ ഇത് കരഞ്ഞ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കരഞ്ഞ് ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ബ്രദർ വിളിച്ചു പറയുന്നത്, ക്രിസ്റ്റഫർ ആരാന്ന് ചോദിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ആ സഹോദരി പറഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഭർത്താവിനോട് പറയണം, സാബു ബ്രദർ പറഞ്ഞു നാളെ മുതൽ കൺവെൻഷൻ വരണമെന്ന് പറയണമെന്ന് പറഞ്ഞു. കർത്താവ് പ്രവർത്തിച്ചോളും, ധൈര്യമായിട്ട് പറഞ്ഞോളാം പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ താമസിക്കുന്നിടത്ത് ഈ സഹോദരിയും ഭർത്താവോട് വന്നു, ക്രിസ്റ്റഫറിനെയും കൂട്ടി വന്നു.
എന്നെ കാണാനായിട്ട്. നല്ല ആരോഗ്യവാൻ അജാനുബോഹമായ ഒരു മനുഷ്യൻ, മത്സ്യത്തൊഴിലാളിയാണ്. എന്നിട്ട് ഞാൻ ചിതാര ക്രിസ്റ്റഫർ, ഞാൻ ചോദിച്ചു എന്ത് പറ്റി കൺവെൻഷൻ? ബ്രദറെ, ഞാൻ 2 ദിവസമായിട്ട് മദ്യപാനം തന്നെയാണ്, മദ്യം മേടിച്ചു കുടിക്കുക. ഞാൻ ഭാര്യയോട് പറഞ്ഞു എന്നെ കൺവെൻഷൻ പിടിക്കുന്നതൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്നലെ ബ്രദർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോൾ ഇങ്ങനെ അത് എനിക്കൊരു വലിയ വിശ്വാസമായി. അതാണ് ഞാൻ കൺവെൻഷൻ വന്നെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാനപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു, ഞാൻ കുമ്പസാരിക്കണം. കുമ്പസാരിച്ചു. അങ്ങനെ കൺവെൻഷൻ്റെ അന്ന് രാത്രിയിൽ ദിവ്യകാരുണ്യ ആരാധനയിൽ കർത്താവ് ഇങ്ങനെ ആരാധന ഇങ്ങനെ ഓരോ മെസ്സേജുകൾ ഇങ്ങനെ തന്ന കൂട്ടത്തിൽ കർത്താവ് ഒരു പേര് തന്നു, ലോപ്പസ്. ലോപ്പസിനെ കർത്താവ് തൊടുന്നു. അങ്ങനെ പേര് ഞാൻ ആദ്യം കേൾക്കുക. എൻ്റെ ആത്മാവിൻ്റെ പേര് തന്നു, ലോപ്പസിനെ കർത്താവ് തൊടുന്നു. ഞാനത് അനൗൺസ് ചെയ്തു, ലോപ്പസിനെ കർത്താവ് തൊടുന്നു. പിറ്റേ ദിവസത്തെ ഈ ക്രിസ്റ്റഫറിൻ്റെ ഉറ്റ കൂട്ടുകാരാണ് ലോപ്പസ്. 40 വയസ്സ് പ്രായമുണ്ട്, കല്യാണം കഴിഞ്ഞിട്ടില്ല, മദ്യത്തിൻ്റെ അടിമയാണ്. ആ പാവം സഹോദരന് മദ്യത്തിൽ കിടക്കായിരുന്നു. അവനെയും കൂട്ടിക്കൊണ്ട് പിറ്റേ ദിവസം വന്നു, കൺവെൻഷൻ കൂടി. 2 പേരുടെ സ്റ്റേജിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ സാക്ഷ്യം പറഞ്ഞു. അവർ പറഞ്ഞു തീരുമാനിതാണ്, ഇനി ഞങ്ങൾ മദ്യപിക്കത്തില്ല. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ലോപ്പസും ക്രിസ്റ്റഫറും പറയാണ്, ഇനി ഞങ്ങൾ മദ്യപിക്കത്തില്ല, ഞങ്ങൾക്കിനി മദ്യം വേണ്ട. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് അവർ സജീവമായിട്ട് കൺവെൻഷൻ കൂടി. ഇന്നലെ മിനിയാന്ന് ലോപ്പസിൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിരിക്കുന്നു, അമ്മയ്ക്കെന്തോ അസുഖമാണ്, ബ്രദർ പ്രത്യേകം പ്രാർത്ഥിക്കണം. അങ്ങനെ അവർ നല്ല തീഷ്ണമതികളായിട്ട് കർത്താവിന് വേണ്ടി അവരുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് മാറ്റി എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ പേര് ചൊല്ലി വിളിക്കും. അവൻ്റെ ഉള്ളംകൈയിൽ നിന്റെ പേര് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ ഉള്ളംകൈയിൽ നമ്മുടെ പേരുണ്ട്. നമ്മളെക്കുറിച്ച് കർത്താവിന് അറിയാം. നമ്മൾ കർത്താവിൻ്റെ ആത്മാവ് ഉള്ളവരാണ്, പരിശുദ്ധാത്മാവുള്ളവരാണ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിട്ട് നമ്മൾ മാറുക. അതിനുവേണ്ടി നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കാം. പക്ഷെ നമ്മുടെ ഓരോരുത്തരും നമ്മുടെ മനുഷ്യരാണ്. ബലഹീനതകളുണ്ട്, സംസാരത്തിൽ കുറവുണ്ട്, അല്ലെ വാക്കുകളിൽ കുറവുണ്ട്, അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളിൽ കുറവുണ്ട്, ഒക്കെ സമ്മതിക്കുന്നു. പക്ഷെ ഈ കുറവുകൾക്കപ്പുറം ദൈവത്തിന്റെ ആത്മാവിന് നമ്മളെ നിറവുള്ളവരാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.